Come on guys, come to my vlog. Namaste Kochi. നമസ്തേ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ കൊച്ചിയിലെ അടുത്തൊരു വ്ലോഗിലോട്ട് സ്വാഗതം. സോ ഗൈസ്, ഞാനിപ്പം ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിരിക്കണതാണ്. ഞാൻ ഇന്ന് എന്ത് കണ്ടന്റ് ഇടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്. ഒബ്വിയസ്ലി ഞാൻ ഈ വീടും ഈ സാധനങ്ങളും ലോണ്ടറി ചെയ്യണതും കുക്ക് ചെയ്തതും അതൊക്കെയാണല്ലോ ഒരു കണ്ടന്റ്. അതൊക്കെ ആവണമല്ലോ. അപ്പോൾ ഇന്ന് വാട്ട് ഐ ക്ലീൻ ഇൻ എ ഡേ. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു അൺടച്ച്ഡ് അൺക്ലീൻഡ് റോ ഹോമാണ് കാണിച്ചു തരാൻ പോണം. എങ്ങനെയാണ് എൻ്റെ വീട് ക്ലീൻ ചെയ്യാത്തപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദെൻ യു ക്യാൻ സീ വാട്ട് ഐ എം ക്ലീനിങ് ഇൻ എ ഡേ, വാട്ട് ഐ എം ഡൂയിങ്. സുന്ദരമായ സിറാജിൻ്റെ സ്വർഗ രാജ്യം. സോ ഇതാണ് എൻ്റെ ബാത്റൂം. ഫസ്റ്റ് തന്നെ കയറി വരുന്നത് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമാണ്. ഇത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ വീടൊന്നും. ഇത് ഞാൻ ക്ലീൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തതാണ്. സോ ദിസ് ഈസ് മൈ ബാത്റൂം. ഞാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബ്രഷും പേസ്റ്റും കൊണ്ടേ വെക്കരുതെന്ന്. ഇതിൻ്റെ ഫ്രീസർ ഇന്നലെ മേടിച്ച ഹുലൂത്തിൽ നിന്ന് മേടിച്ച സംഭവത്തിൻ്റെ കവറാണ്. അപ്പം ഇതാണ് ഒരു ഷൂ റാക്ക്. ഇത് ഞങ്ങൾ എന്ത് വൃത്തിക്കായിരിക്കണേ നോക്കി കണ്ടോ, എന്ത് വൃത്തിയാണത്. ഇത് എൻ്റെ ഫ്രിഡ്ജാണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജാണ്. ഇവിടെ തീർന്നു പോയ സാധനങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പം മാമ പോയി മേടിക്കും അല്ലേ. ഇത് ഞാൻ ടെമൂന്ന് മേടിച്ചാട്ടാ. ടെമൂന്ന് മേടിച്ച സംഭവമാണ്. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ച. ഇതും ഹോം സെൻറ്റർ. ഇത് ടെമു മിക്സിയിലിട്ട് അടിക്കുമ്പോൾ തെറിക്കാണ്ടിരിക്കാൻ ടെമൂന്ന് മേടിച്ച. പിന്നെ രാവിലെ ഇന്ന് വെക്കി കൊടുത്തത് ഫ്രൂട്ട്സാണ്. അതുവരെ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇതാണ് വാട്ട് ഐ ഡൂ ഇൻ എ ഡേ ചെയ്യാൻ പോണത്. പിന്നെ സിങ്കിലൊരു കാസറോൾ കിടപ്പുണ്ട്. അത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പാത്രങ്ങൾ ഇവിടേക്ക് മാറ്റാറുള്ളൂ. പാനൊക്കെ ഞാൻ ഇവിടെ തൂക്കിയിടണം. പാത്രങ്ങളൊക്കെ അതിന് ശേഷം മാറ്റാറുള്ളൂ. പിന്നെ ഇതെൻ്റെ പുതിയ സംഭവം ഉണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് ഞാൻ എൻ്റെ TLC എന്ന് പറഞ്ഞ ചാനലില്ലേ, കുക്കിംഗ് ചാനലിൽ. അതിൽ ഞാൻ ഇംഗ്ലീഷുകാരുടെ കുക്കിംഗ് പരിപാടി കാണുമ്പോൾ കേട്ടുകൾ കാണുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റോടി സംഭവം. ഞാൻ മേടിച്ച് കഴിച്ചു. പിന്നെ അതേ ഈ ജാറൊക്കെ നോക്കണം മക്കളെ, എന്ത് എസ്തെറ്റിക്സ് ആണല്ലേ. പക്ഷെ എനിക്ക് ഇതിങ്ങനെ പക്കായിട്ട് ഇരിക്കണം. ഇതെൻ്റെ ഹണിയുടെ സാധനം. പിന്നെ ഇത് മറ്റേ ഹിബിസ്കസിൻ്റെ ടീ ആണ്. പിന്നെ ഗ്രീൻ ടീ, സോൾട്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. കാരണം മാമ ഇടയ്ക്കൊക്കെ എനിക്ക് റോസസ് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ഹീസ് എ നൈസ് സച്ച് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാളെ സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ മേടിച്ചത്. അടിപൊളി മനുഷ്യനാണ് അയാളെ കുറിച്ചൊന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ മാൻ, സച്ച് എ ജെം. പിന്നെ ഇത് ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കുന്ന സാധനം കേട്ടോ. ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചാണ്. മാങ്ങ ഇന്നലെ മേടിച്ചോണ്ട് വന്നോ. ഇന്നിപ്പോൾ 2 എടുത്ത് മോക്ക് കൊടുത്ത് ബാലൻസ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇരിക്കണ കാരണം ഇഷ്ടമല്ല. ഇത് ഞങ്ങളുടെ TV ഏരിയ. ഇത് അടുത്ത മിറർ. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ട് മേടിക്കണമായിരുന്നു കേട്ടോ. പിന്നെ 2 ദിവസം ക്ലീൻ ചെയ്താൽ മര്യാദയ്ക്ക് ഇരിക്കില്ല എൻ്റെ വീട്. കണ്ട 3-ാം ദിവസം വൃത്തികേടായിട്ടിരിക്കും. എങ്ങനെയാണ് എനിക്കൊരു ഒരുത്തിയിട്ടല്ല ഇവിടെ. അവള് വൃത്തികേടാക്കി ഇടുന്നതാണ്. പിന്നെ അത് ഇവിടെയൊക്കെ ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. എൻ്റെ മുകളിലെ പിഗ്ഗി ബാങ്കാണത്, ലാഫിംഗ്. പിന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട് മണി പ്ലാന്റ്. ഒരു ജെം പേഴ്സൺ ഉണ്ടെന്ന് എനിക്ക്. അതാണിത്. നല്ല മനുഷ്യനാണ്, പാവമാണ്, സുന്ദരനാണ്, കാണാൻ ക്യൂട്ടാണ്. ശരിയല്ലേ? ഇതൊക്കെ വീഡിയോയിൽ നിന്ന് കാണൂട്ടാ. എന്റെ വീഡിയോക്ക് അങ്ങനെ ലൈക്ക് വീഡിയോയിൽ കണ്ടാണ്. ഇത് നമ്മുടെ പേരെന്താ ഈ ചെടി വീട്ടിലെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി എനിക്ക് ഉള്ള ബുക്സാണ്. പക്ഷെ ഞാനിപ്പോൾ തൊട്ട് നോക്കാറില്ല. പക്ഷെ വെയിറ്റ്, ഞാൻ പഠിക്കും.
ഞാൻ പഠിക്കും. പിന്നെ ഇത് നമ്മുടെ TV ആണ്. അതുപോലെ തന്നെ മോളുടെ ബർത്ത്ഡേക്ക് മാമ അവക്കും ഫ്ലവേഴ്സ് മേടിക്കാറുണ്ട്. ബർത്ത്ഡേക്ക് മേടിച്ചു. അപ്പൊ ആ ഫ്ലവേഴ്സ് അവൾക്ക് കിട്ടിയത് അവള് ഈ ക്യാറ്റിന്റെ വേസിലാണ് ഇട്ടത്. പിന്നെ ഇതൊക്കെ കുട്ടി തെങ്ങ്. അതെ, അവളത് എന്റെ സാധനം ഓടിച്ചു. എന്നിട്ട് അവളല്ലേ ഓടിച്ചിട്ട് ഇത് ഒളിപ്പിച്ച് വെക്കണ്. എന്ത് പുറ്റാ നോക്കണ ആ സാധനത്തിന്. പിന്നെ ഇത് നമ്മുടെ സാധാരണ ഫ്ലാറ്റുകളിൽ തുണി വിരിച്ചിടാൻ സ്ഥലമില്ല. പക്ഷെ എനിക്ക് തുണി വിരിച്ചിടണം എന്ന് നിർബന്ധം പറഞ്ഞ് മാമ ചെയ്യിപ്പിച്ചൊരു പരിപാടിയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ടാ. തുണി വിരിച്ചിടാൻ സ്ഥലം പോകത്തില്ല, പൊക്കത്തല്ലേ മടക്കി വെച്ചാൽ. പിന്നെ ഇത് ഇത്രയും ഇന്നലെ വിരിച്ചിട്ട തുണിയാണ്. ഇത് ഞങ്ങളുടെ ഒരു അല്ലറ ചില്ലറ മിസ്ലീനിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പച്ച കളർ ഡബ്ബ ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേനൽക്കാലം വരുമ്പോ തണുപ്പോളം സൂക്ഷിക്കാനാണ്. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റില് ചൂടും തണുപ്പിനൊക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഇത് ലോണ്ടറി ബാഗായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യണത്. ആൻഡ് ഇതാണ് മക്കളെ ഞങ്ങളുടെ മെയിൻ ബാത്റൂം. ക്ലീൻ ചെയ്യാത്തതാണ്, കണ്ടിട്ട് കുറ്റൊന്നും പറയരുത്. ഇത് ഷാമ്പു, എന്റെ കാല് വയ്ക്കണ സാധനം, പിന്നെ കുളിക്കണ സ്ഥലം. പിന്നെ ഇവിടൊക്കെയാണ് സാധനങ്ങളൊക്കെ വെക്കണം. കണ്ട ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കും, വേസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഒബ്വിയസ്ലി സിറാജ് ഖാലിദ്. പിന്നെ ഇവിടെ ക്ലീനിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കണം. പിന്നെ ലോണ്ടറിയുടെ ഒരു ചെറിയ ഇത് ഇവിടെ ഇടാറുണ്ട്. ബിക്കോസ് ഞങ്ങളെല്ലാരും കുളിച്ചു വരുമ്പം അവിടെ അപ്പുറത്തോട്ട് തുണി ഊരിയിട്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ഇട്ട് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് എടുത്ത് നമ്മള് കോമൺ ആയിട്ട് വാഷ് ചെയ്യും. പിന്നെ ഇത് ഞാൻ ചെയ്യിപ്പിച്ചാണ് മാമനെ കൊണ്ട്. ബിക്കോസ് എനിക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഒരു മൂലക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചാണ്. കൊള്ളാം, നൈസ് തിങ് അല്ലേ. പിന്നെ മൂലയ്ക്ക് പറഞ്ഞിരിപ്പുണ്ട്. ഇവിടെ അല്ലേനാ ഒരിടത്തും ഒക്കത്തില്ലാത്ത രീതിയിലാണ് ഇതിരിക്കണം. ആളായി വെച്ച്. Then comes to my baby and sissy room. ഇപ്പൊ കാണാൻ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്. ഇതെന്റെ കൊച്ചിന്റെ സ്റ്റഡി ടേബിൾ ആണ്. സ്റ്റഡി ടേബിൾ ഇത് പേര് മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന് സ്റ്റഡി ചെയ്യണ ഞാൻ കാണാറില്ല. പിന്നെ ഇത് മറ്റേ നമ്മുടെ എയർ പ്യൂരിഫയർ, അത്രേ ഉള്ളൂ ഈ റൂമില്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ മുറി. ഇന്ന് രാവിലെ ഇട്ടിട്ട് ഞാൻ ഈ മുറി ഇത് മടക്കി വെച്ച് പോയതിനു ശേഷം ഇപ്പോഴാണ് കയറുന്നത്. ഇത് ഞങ്ങളുടെ മരുന്നിന്റെ ഒക്കെ സംഭവം. മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ രോഗമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ മൾട്ടി വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോ. ദെൻ ഇത് ഞങ്ങളുടെ ക്യാബിൻ, വാർഡ്രോബ്. ആൻഡ് ആ കാണുന്നതാണ് മക്കളെ ചരിത്രം. ഇന്ന് ഇവിടെ ഞാൻ ചരിത്രം എഴുതി കുടിക്കാൻ പോവുകയാണ്. വെറും 3 ദിവസത്തെ തുണികൾ മാത്രമാണ് നിങ്ങൾ ആ കാണുന്നത്. മടക്കി വെക്കണത്. പിന്നെ അടുത്ത കബോർഡ്. പിന്നെ അടുത്തത് പ്രിന്ററാണ്. മോളുടെ സാധനങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണ സംഭവമാണ്. Then comes ഇവ ഞങ്ങളവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ അവള് സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പുറത്തെ റൂമിൽ നിന്ന്. ഇടയ്ക്ക് കിടക്കാറുണ്ട്, ഇടയ്ക്ക് അവിടെ കിടക്കാറുണ്ട്. പിന്നെ ഇത് വാലന്റൈൻസ് ഡേക്ക് മാമ എനിക്ക് തന്നതാണ്. നല്ല ക്യൂട്ടല്ലേ. എന്നോട് മാമ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. വെള്ളം കുടിക്കാൻ മറന്നു മക്കളെ, എന്ത് ചെയ്യാനാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ക്ലീൻ ചെയ്യാത്ത സ്ഥലം. കണ്ടേ നോക്കിയത് എങ്ങനെ മടക്കി തീരാനാണ്. അപ്പൊ തുടങ്ങിയാലോ പരിപാടി? അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോണത് മടക്കലാണ് ഗൈസ്. മടക്കൽ. അപ്പൊ നമുക്ക് മടക്കാം. ഇനി നിങ്ങൾ എന്റെ വായന ഒന്നും കേൾക്കില്ല. ബിക്കോസ് പണിയെടുക്കുമ്പോ ഞാൻ ഒന്നും പറയാറില്ല, കേൾക്കാറ് മാത്രമേ ഉള്ളൂ. പാട്ട് കേട്ടില്ലെങ്കിൽ തലവേരെടുക്കും. Don't mind it. PCOS thing. Tiredness, fatigue. അതാണ് എന്നെ ഇത്രയും ആക്കിയത്. ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ട്, തടി കുറയ്ക്കും, സുന്ദരിയാവും, ബോൾഡാവും. സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വാട്ട് ഐ ഡു ഇൻ എ ഡേ ഇൻ മൈ ഹോം ആണ്.
അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട്